ഉള്ള ജോലിയും കളഞ്ഞ് വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലം. ചില ഓണർമാർ പ്രപ്പോസ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ. ജോബ് കളയണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. ഓട്ടോ വന്ന് പോവാം. എന്തൊരു ഉറക്കത്, പറഞ്ഞ സ്ഥലത്തിട്ടോ. ഇതേതേ ഈ വഴി? അപ്പുറത്തോടെ പോയാൽ വീട്ടിലെത്താലോ. ഇതും വഴിയാ ചേട്ടാ. നിനക്കൊന്നും പറയല്ലേ? പറഞ്ഞല്ലോ. എന്ത്? ആ ഡ്രൈവർ നോക്കണു. നോക്കലൊരു കുറ്റല്ല മോനെ. വിഷ്ണുട്ടൻ കേൾക്കണ്ട. അമ്മ സീനാണല്ലോ. ഷോപ്പിൽ നിന്ന് വിളി വന്നോ? നന്നായി പോയി. നല്ല ടെൻഷൻ ഉണ്ടല്ലോ നിനക്ക്. എന്തിന്? ഉള്ള ജോലിയും കളഞ്ഞ് നട്ടുച്ചയ്ക്ക് ചായ. അങ്ങോട്ട് സെറ്റ് ആവണില്ലല്ലോ. ഡാ, ഫുഡേ തോന്നുമ്പോ കഴിക്കാനുള്ള. പിന്നെ അല്ലാതെ നിന്നെ പോലെ ഏതു നേരവും എന്റെ തലയിലെ ചോര കുടിക്കലല്ല. ഒരു കള്ള കാമുകൻ. വാടാ, കുളിക്കാൻ പോവാ. എങ്ങോട്ട്? പാടത്തെ കുളത്തില്. ഞാനില്ല. താമര കാണാടാ. ശ്വാസം മുട്ടും. നീ വാടാ. വെള്ളത്തിൽ മുക്കാനല്ലേ? എനിക്ക് ശ്വാസം മുട്ടുവേ. മുട്ടിക്ക് ഞാൻ കണ്ടോ. വാ, കുളം നന്നാക്കണ്, പമ്പടിക്കണ്. ഇപ്പം എന്തായി? തിരിച്ചോ. ദൈവേ, സ്പോട്ട് എടുത്ത. ഓ പിന്നെ വെച്ചേക്കണ്ട നിനക്ക്. കണ്ടോ. കാണാട്ടോ. നിനക്കൊന്ന് പുറത്തു നിന്നൂടെ? നടക്കില്ല മോളെ. നാണം കിട്ടവൻ. ആയിക്കോട്ടെ. അമ്മേ, ഫോണും എടുക്ക്. വിഷ്ണു, ഉള്ള ജോലിയും കളഞ്ഞ് പവിത്രങ്ങ് പോന്നിട്ടുണ്ട്. ഇതൊന്നും ശരിയല്ല വിഷ്ണു. വർഷം 2 അവൾക്കൊരു ജീവിതം വേണ്ടേ? നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാത്തത് കൊണ്ടാ. നിനക്കൊന്നും അറിയണ്ടല്ലോ. ഇത്ര ആലോചന വന്നിട്ട് എന്താ? കാണാൻ പോലും കൂട്ടാക്കിയില്ല. ആ കിരൺ വീട്ടിൽ എത്ര പ്രാവശ്യം വന്നു എന്നറിയോ? അവളുടെ കല്യാണം നടക്കാതിരിക്കാൻ ഞങ്ങൾക്കിവിടെ ഒരു കുറവുമില്ല. നീ അത് മനസ്സിലാക്കി. നിങ്ങളെ നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. നിന്റെ മോളങ്ങോട്ട് വിട്ടു തന്നേക്ക്. മീനെന്താ അമ്മേ? ചെമ്പല്ലിയ മോളെ. ഇപ്പൊ വരെ. വിശക്കണോ മോക്ക്? എന്നാ കൈ കഴിക്കോ. കഴിക്ക. തൃശ്ശൂർക്കുള്ള നെറ്റിപ്പട്ട അയച്ചോ? നാളെ കൂടി. അവർ ഇന്നലെയും ചോദിച്ചു. നെറ്റിപ്പട്ടത്തിന്റെ സെയില് കൂടി. ഒരു ഹെൽപ്പിന് ഞാനും വന്ന് നിൽക്കട്ടെ വീട്ടില്. നിന്റെ അമ്മ വിളിച്ച് കുറേ ദേഷ്യപ്പെട്ടു. എല്ലാം അറിഞ്ഞിട്ടല്ലേ ആ പഴയ ആലോചന വീണ്ടും വീണ്ടും വരണ. ആരോ നമ്പർ കൊടുത്തിട്ട് അവനെന്നെ വിളിച്ചിരുന്നു, കിരൺ. അവനൊന്ന് നിന്നെ ഒന്ന് കണ്ടോട്ടെ. നിന്റെ വീട്ടിൽ അവനിഷ്ടമാണ്. നീ ഇപ്പം വീട്ടിൽ മുൻവഴി മറന്നു. നിന്നെ കാണാൻ വഴിതെറ്റി വന്നതല്ലേ ഞാൻ അടുക്കള വഴി. കാലം എത്രയായി, അതൊക്കെ മറന്നേക്ക്. നീ അതൊന്നും ഓർമ്മയാക്കണ്ട.
എന്നാ മോള് ചായ ഉണ്ടോ കൊടുക്ക. ഉം. അമ്മയുടെ നിശ്ചയപ്പെണ്ണ്. ഉമ്മ. ഉമ്മ. ഷീബേ ഒന്ന് വരൂ. എന്താ? വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു കോൾ ഉണ്ടായിരുന്നു. വിഷ്ണു കാല് തെറ്റി ടെറസിൽ നിന്ന് വീണു. അനക്കല്ല, ഹോസ്പിറ്റലിൽ. ഈശ്വരാ. മോളെ. മോളെ. വിഷ്ണുവേട്ടൻ സിന്ദൂരം തൊട്ട് വരുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടി, വിഷ്ണുവേട്ടൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അത്, നിന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. ഞാൻ ഓർക്കായിരുന്നു വിഷ്ണുവേട്ടൻ വീഴും മുൻപ് എന്ത് രസമായിരുന്നു നിങ്ങൾ. വിഷ്ണുവേട്ടൻ നിൻ്റെ മുടി ചിമ്പിക്കുമ്പോൾ ഒരു സിഗരറ്റിൻ്റെയും മണം ഉണ്ടായിരുന്നില്ല. നിൻ്റെ മുടിയിൽ നിന്ന് വിഷ്ണുവേട്ടൻ്റെ വിരൽ ഞാൻ എത്ര തൊട്ടുവെന്നറിയോ? വിഷ്ണുവേട്ടൻ വീഴുണ്ടായിരുന്നു. പ്ലസ് 2 പഠിക്കണ എന്നെ എന്തിനാ കേരളാട്ട പെണ്ണ് കാണാൻ കൊണ്ടുവരുന്നേ? ഉണ്ടാതിരടവിടെ. ആരാ? എൻ്റെ പേര് കിരൺ. മുമ്പ് 2-3 പ്രാവശ്യം ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അന്ന് അച്ഛനുണ്ടായിരുന്നല്ലോ ഇവിടെ. അമ്മയ്ക്ക് അറിയാം എന്നെ. കയറി ഇരിക്ക്. വാടാ. എന്താടി ഈ വഴിക്ക്? ഈ വീട്ടിലുള്ള വഴി ആ മുന്നിലൂടെ ഉള്ളതാ. അതിന് വല്യമ്മേ എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. ചുറ്റണ്ടല്ലോ എന്ന് കരുതി ഇവിടെ ഇറങ്ങി, അത്രേ ഉള്ളൂ. മുന്നിലൂടെയുള്ള വഴി മറക്കണ്ടാന്ന് കരുതി പറഞ്ഞതാ. ഇവിടെ ചിലരൊക്കെ അത് മറന്നിട്ടുണ്ട്. ഡേ, ആ മുടി അങ്ങ് കെട്ടിയേക്ക്. എന്തിനി അഴിയാനല്ലേ? ഞാൻ കിട്ടൂല. ഡാ, അവള് നമ്മളെ കൂടെ കിടക്കുക. അലമ്പ് കാണിച്ച് അവളുടെ ജടയിലെങ്ങാനും കയറിയ കൊല്ലും ഞാൻ. കേട്ടല്ലോ?
ഡാ ഡാ നോക്കണ്ട, ഞാനിവിടെ തന്നെ ഉണ്ട്. ഉം. എന്നെ അത്രയ്ക്ക് കൊണ്ട് വിശ്വാസമല്ലേ അല്ലേ? അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ നിനക്ക്. ഉം. വിഷ്ണുവേട്ടനാ? ഉം. വിഷ്ണുട്ടാ, ഡാ ഓ ഇന്നലെ വിഷ്ണുട്ട അമ്മയിൽ പോയി ലാലേട്ടന് വലിയൊരു നെറ്റിപ്പട്ടം കൊടുത്തു. അതെയോ? ലാലേട്ടന്റെ റൂമിലുണ്ടത്. അതിന് നമ്മുടെ വിഷ്ണുവേട്ടൻ പോളിയല്ലേ? നാളെ നമുക്കേ വിഷ്ണുട്ടന്റെ വീട്ടിൽ പോണം. ഷുവർ, പോവാം. നീ ചിരിക്കുമ്പോൾ എന്ത് സുന്ദരിയാണെന്നറിയോ? എനിക്കാ ഭാഗ്യം. എപ്പോഴും ഈ മുടിയിൽ നിന്ന് നിൻ്റെ മുഖം കാണാനോ. വെറുതെ അല്ല വിഷ്ണുവേട്ടൻ നിന്നെ എങ്ങനെ സ്നേഹിക്കണേ. ഈ മുഖമില്ലാതെ വിഷ്ണുവേട്ടന് ജീവിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. എത്രയായാലും അത് കഴിഞ്ഞിട്ട് മതിയെന്നില്ല എനിക്ക്. ഡാ നിനക്ക് കാണില്ലേ? നീ അവനോട് സുഖമില്ലെന്ന് ചോദിക്കുക. എനിക്കവനെ ഇഷ്ടാ, പറഞ്ഞേക്ക്. മോള് ഫോട്ടോ കണ്ടോ? ഉം. നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ നിനക്ക് ആരാണെന്ന്? ഒന്നുണ്ട്, ഞാനില്ലാതായ അത് ഞാൻ മാത്രമേ അറിയൂ. ഇഷ്ടം ഞാനല്ലേ കൊതിച്ചുള്ളൂ. നിന്നെ ഇഷ്ടപ്പെടാൻ അധികാർക്കും സമയം വേണ്ട ഭാവി. വിഷ്ണുവേട്ടനുണ്ടെങ്കിലും അതില്ലാത്തൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലാണ് നീ എന്നെ ഇഷ്ടപ്പെടുന്നത് എനിക്കറിയാം. എന്നാലും ചോദിക്കുക, ഞാൻ നിനക്ക് ആരാ? പറ. ഓട്ടോ നിർത്താൻ പറ. ചേട്ടാ ഒന്ന് വണ്ടി നിർത്തുവോ? ഇറങ്ങും. പണ്ട് നീ ചോദിച്ചില്ലേ ഞാൻ എവിടെയായിരുന്നു എന്ന്? ഇതാണ് ഉത്തരം. നിനക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. അന്ന് മഞ്ചേശ്വരത്തുണ്ടായ ആക്സിഡൻറ്റിൽ എൻ്റെ ജെസ്സിയായിരുന്നു നിങ്ങളുടെ കാർ കയറ്റിയത്. അവളുടെ തലയിലെ ചോര കണ്ട് ഭയന്നോടുമ്പോഴാണ് ഞാൻ അറിയാതെ നിൻ്റെ മുടി കയറിയത്. ജാതിയും മതവും നോക്കാതെ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവളായിരുന്നു ജെസ്സി. ഓടിക്കളിക്കാൻ നിൻ്റെ പോലെ തിങ്ങിയ നീണ്ട മുടിയായിരുന്നു അവൾക്കും. ഈ ഖബർസ്ഥാനിൽ അവളുടെ നനഞ്ഞ മുടിക്കൊപ്പം അലിയേണ്ടവനായിരുന്നു ഞാനും. വിഷ്ണുട്ടാ, 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 വിഷ്ണുട്ട ഫോൺ സ്വിച്ച് ഓഫ് ആണോ? എന്താടാ ആകെ പ്രശ്നം വിഷ്ണുട്ടാ. ആ ഫോണൊന്ന് എടുത്തു നോക്ക്. എന്താടാ കാര്യം? എനിക്കൊരു കോള് വന്നേ. പവിത്രച്ചിയുടെ വീട്ടിലെന്ത് പ്രശ്നമുണ്ട്. പവിത്രച്ചി വാതിൽ തുറക്കുന്നില്ലെന്നാ കേട്ടെ. വിഷ്ണുട്ടാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോണോ? എന്താ ചെയ്യാം, മക്കളിങ്ങനെയാണെങ്കിൽ. മോളെ, മോളെ വാതിൽ തുറക്കും മോളെ. മോളെ അച്ഛാ, ഏട്ടാ ഒന്ന് വരൂ. പവി വാതിൽ തുറക്ക്. പവിത്രച്ചി, പവിത്രച്ചി, പവി വാതിൽ തുറക്ക്.
മോള് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവര് സംസാരിക്കട്ടെ. പേടിപ്പിച്ചല്ലോ നീ. എന്താ? ഇവൻ പോയിട്ടോ? വിഷ്ണുട്ടാ, ഇവനെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എന്താ സംഭവം? സംഭവിച്ചെന്താണെന്നറിയില്ല. കരച്ചിൽ കേട്ടാ ഞങ്ങൾ വന്നത്. പവിത്ര വാതിൽ തുറക്കുന്നില്ല. വാതിലാരും ചവിട്ടി പൊളിച്ചില്ലേ? അതിന് വീട്ടുകാർ സമ്മതിക്കണ്ടേ? എന്തോടാ ഇപ്പൊ തോന്നണേ? അച്ഛാ, പവിത്ര, പവിത്ര വാതിൽ തുറക്ക്. അതെ, അകത്ത് ആളുണ്ട്. സോറി, ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. പുറത്ത് ആൾക്കാർ വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചവിട്ടി പൊളിക്കാനാണ് തോന്നിയത്. ഞങ്ങളിവിടെ അടുത്ത ക്ഷേത്രത്തിലേക്ക് വന്നതാ. പവിത്രയുടെ വീട് ഇവിടെ അടുത്താന്ന് പറഞ്ഞപ്പോൾ തീർത്തേ പറഞ്ഞത് ഒന്ന് കണ്ടിട്ട് പോവാന്ന്. വിഷ്ണുട്ടൻ ഇവിടെയുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. സോറി. ഇവിടെ എന്താ സംഭവിച്ചേ? പവിത്രയെ കാണണമെന്ന് പറഞ്ഞ ഞാനാ. കാണാതെ പോയാൽ അതെനിക്കൊരു മിസ്സാവില്ലേ? ഈ സ്നേഹിക്കുന്നവരെ സ്വന്തമാക്കാൻ താലിയൊന്നും വേണ്ട. താലി ഒരു ആചാര. കിരണേട്ടനൊക്കെ പറഞ്ഞു. വിഷ്ണുട്ടാ, ഞാൻ ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നതാ. പക്ഷേ നിങ്ങൾ ഒറ്റ വരവ് കൊണ്ട് ഹീറോ ആയാളാ. വേണ്ട. മോളെ മോളെ പോവല്ലേ മോളെ, പോവല്ലേ മോളെ, മോനെ കൊണ്ടുപോവല്ലേ മോനെ, മോളെ പോവല്ലേ മോളെ, പോവല്ലേ മോളെ, പോവല്ലേ മോളെ. നീ പറഞ്ഞ ശരി, സംഗതിയായി ഒരു കണക്കിന് നന്നായി. ആ ഇറങ്ങി. കരയേണ്ട, കണ്ണു തുടക്കി. ഏട്ടാ, വണ്ടി ഒന്ന് നിർത്തുവോ? കിരണേട്ടാ, ഒന്ന് സൈഡാക്ക്. Ha ha ha.